അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ലാമർ ബീച്ച് എന്നൊരു സ്ഥലത്താണ്. കന്യാകുമാരിയിലുള്ള ലെമോർ ബീച്ച് അല്ല, ലാമർ ബീച്ചാണ്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ പോയത് നൈറ്റ് ആയിരുന്നു. ഞാൻ വിചാരിച്ചു ഒന്നും കാണത്തില്ല. അവിടെ ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ലൈറ്റിംഗ് ഒക്കെ കാണണം, വളരെ രസമായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മൾ പോയപ്പോൾ തന്നെ പാർക്കിംഗ് എന്ന് പറഞ്ഞ ഒരു സൈഡിലാണ്. എൻ്റെ ഗൂഗിൾ മാപ്പ് വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ടേക്കാം. ആ സ്ഥലത്തെ പാർക്കിംഗ് കിട്ടിയുള്ളൂ. പിന്നെ അവിടെ പാർക്ക് ചെയ്തിട്ട് പിന്നെ ഞങ്ങളകത്ത് നടന്നുപോയി. ഇത് രാത്രി അടച്ചു പൂട്ടിയൊരു സ്ഥലമാണ്, പക്ഷെ എന്നാലും അവർ ലൈറ്റൊക്കെ ഇട്ട് ഭയങ്കര ഒരു രസമായിട്ട് അവർ മാറ്റിയിട്ടുണ്ട്. ഒരുപാട് ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഇതാണ് പറയുന്നത്, ദുബായ് ടൂറിസത്തിന് വേണ്ടി ഇത്രയും സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് രാത്രി ആരും പോകില്ല എന്ന് അവർക്കും അറിയാം, അല്ലെങ്കിൽ ആ തിരക്ക് കുറവായിരിക്കും എന്ന് അവർക്കറിയാം. പക്ഷെ എന്നാലും അവർ ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതല്ലാണ്ട് അവിടെ പോയപ്പോൾ തന്നെ ഒരു 3-4 സെക്യൂരിറ്റീനൊക്കെ കണ്ട്. സെക്യൂരിറ്റി എന്ന് പറഞ്ഞപ്പോൾ വേറൊരു കാര്യം പറയാനുണ്ട്. ഇവരിവിടെ ക്യാമറ അലോ ചെയ്യത്തില്ല. അതായത് വലിയ ക്യാമറ എന്തെങ്കിലും കൊണ്ടുപോയാൽ അലോ ചെയ്യത്തില്ല. DSLR ആക്ഷൻ ക്യാമറ കൊണ്ടുപോയാൽ അലോ ചെയ്യൂല. പക്ഷേ മൊബൈലിൽ വീഡിയോ എടുക്കാം, ഫോട്ടോ എടുക്കാം, എന്തും ചെയ്യാം. എന്ത് രീതിയെന്ന് അറിയത്തില്ല. പക്ഷെ നമ്മൾ ക്യാമറ എല്ലാം പുറത്തെടുക്കുകയാണെങ്കിൽ അപ്പം അവർ ഓടിയൊന്ന് ഇല്ല, എടുക്കരുത്, എടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓടി വരും. അപ്പോൾ സ്ഥലം വളരെ അടിപൊളിയാണ്. കുറേ ദൂരം ഇങ്ങനെ സിമ്പിളായിട്ട് നടന്നു പോകും. കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ അങ്ങ് നടന്നു പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഒരു 1-2 ഷോപ്പുണ്ട്, ഐസ്ക്രീം ഷോപ്പുണ്ട്, പിന്നെ ടാക്കോ ബെൽ അങ്ങനെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. മരങ്ങളും ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് അവര് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. രാവിലെ വരാണെങ്കിൽ കുറച്ചുകൂടെ സംഭവങ്ങൾ ഇവിടെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഒരു സ്ഥലത്താണെങ്കിൽ തടി കൊണ്ടുണ്ടാക്കിയ പാത്ത് വേ. ഞങ്ങൾ പോയപ്പോൾ ഒരു 2-3 ഫാമിലീസും ഒക്കെ വേറെ ഉണ്ടായിരുന്നു. പിന്നെ വീടൊക്കെ പോലെ കുറെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാണാൻ നല്ല രസമുണ്ട്. നമുക്ക് പോകാൻ പറ്റൂല, കാരണം നൈറ്റ് ആയതുകൊണ്ട് എല്ലാം ക്ലോസ്. പിന്നെ ചങ്ങല വെച്ചിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ ആ പാത്ത് വേ കൂടെ നടന്നു പോയപ്പോൾ കുറേ ബിൽഡിങ്ങുകൾ ഷോയ്ക്ക് വേണ്ടിയിട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. നല്ല രസമായിട്ടുണ്ട്. ലൈറ്റൊക്കെ ഇട്ട് ട്രാൻസ്പെറൻറ്റ് കണ്ണാടിയിൽ ക്ലോക്ക് ഇരിക്കുന്നു. ഞാൻ പോയപ്പോൾ നല്ല കാറ്റുണ്ടായിരുന്നു. ഇപ്പം അത്ര കാറ്റുണ്ടാവത്തില്ല എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പിന്നെ അത് ലാമറെന്ന് എഴുതി വെച്ചിരിക്കുന്നു. ഇത്ര സ്ഥലം, പക്ഷെ അതിനവർ ഏത് രീതിക്ക് വെച്ചിരിക്കുന്നുള്ളതാണ് കാര്യം. ഇത്ര അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. പഴയ കാറുകളൊക്കെ, അതായത് വിൻറ്റേജ് കാറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അനങ്ങത്തില്ല, അങ്ങനെ അങ്ങ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സൈഡിൽ നിന്ന് നടന്നാൽ മറ്റേ സൈഡിലോട്ട് പോകുമ്പോഴേക്കും കഴിയും. ഇതൊക്കെയേ ഉള്ളൂ. ഇവിടെ വാഷ്റൂം ഉണ്ട്, പക്ഷെ രാവിലെ വാഷ്റൂം ഉള്ളൂ. ഇവിടെ വാഷ്റൂം ഫെസിലിറ്റീസ് ഇല്ല, രാത്രിയായുണ്ട്. രാവിലെ ഉച്ച ആ സമയം വരാണെങ്കിൽ ഒക്കെ ഓപ്പൺ ആയിരിക്കും. സോ അതൊന്ന് ശ്രദ്ധിക്കുക വരപ്പം. ഏതായാലും നല്ല സ്ഥലമാണ്. നിങ്ങൾ വെറുതെ ഒക്കെ ഇരിക്കുകയാണെങ്കിൽ പോയി നോക്കാന്നുള്ള സ്ഥലമാണ്. അവിടുത്തെ ആൾക്കാരോട് ചോദിച്ചപ്പോൾ ഇത് അബാൻഡൻഡ് പ്ലേസ് എന്നാണ് പറഞ്ഞത്. പക്ഷെ അബാൻഡൻഡ് പ്ലേസ് ഇത്ര അടിപൊളിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യില്ല. പിന്നെ പുറത്ത് ബോട്ടും ഒക്കെ പോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നല്ല രസമാണ്. ശരി, അപ്പോൾ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഈ വീഡിയോ ഇത്രയൊക്കെയുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് പിന്നൊരിക്കൽ കാണാം. അപ്പോൾ ഓക്കെ എന്നാൽ.